ഹലോ! പല ടൈപ്പ് സൂപ്പർ അടിപൊളി സാമ്പാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ എൻ്റേതായ ശൈലിയിൽ വളരെ സിമ്പിളായിട്ട് വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കണമെന്ന് കാണിക്കാം. ഞാനതിന് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ പരിപ്പ്, വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കായം, കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു വിസിൽ വയ്ക്കുക. ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കഷ്ണമുണ്ട്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുമ്പളങ്ങ മാത്രമേ ഇട്ടുള്ളൂ. വലിയ ഒരുപാട് കറീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുമ്പളങ്ങ മാത്രമേ ഇട്ടുള്ളൂ. കുമ്പളങ്ങ ഇടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് ഇതും ഒരു വിസിൽ വെക്കുക. ഇതൊരു വിസിൽ വെച്ച് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിടണം. തക്കാളിയൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് പുളി മതി. കുറച്ച് പുളി വെള്ളത്തിലിട്ടതും പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള ചേർക്കണം. അതിന് വേണ്ടിയിട്ട് സാധാരണ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ ഒരു ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഈ അരപ്പും പുളിയും കൂടി ചേർക്കുക. ഇത് തിളച്ച് വരുമ്പോൾ ഈ കഷ്ണം തിളച്ച് വരുമ്പോൾ പുളി രണ്ടും കൂടി ചേർക്കുക. ഇനി ഇത് തിളച്ചാൽ മാത്രം മതി. കാരണം എന്താ വെച്ചാൽ കഷ്ണമെല്ലാം വെന്തതാണ്, വിസിൽ വെച്ച് വെന്തതാണ്. അപ്പോൾ ഇതിൽ നല്ലോണം തിളപ്പിച്ചാൽ മാത്രം മതി. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇനി താളിച്ചാൽ മാത്രം മതി. താളിക്കാനായിട്ട് ഉലുവ ഇട്ടിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി താളിച്ചതിൽ ഒഴിക്കുക. അത്രയേ ഉള്ളൂ. സൂപ്പർ സാമ്പാർ റെഡിയാണ്. താങ്ക് യു.